ഹായ് ഓൾ. സോ മക്കളെ, ബോർഡ് എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാണ്ട് കഷ്ടിച്ച് പറയുവാണെങ്കിൽ ഒരു മാസമാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു മാസം പഠിക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ചത് മറന്നു പോകുന്നത് തന്നെയായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, ഒരുപാട് സബ്ജക്റ്റുകൾ പഠിച്ചെടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് എന്തെയാണ് മാത്സ് മറന്നു പോകുന്നു. ഹിന്ദിയിൽ നമ്മൾ ഒരു ടോപ്പിക് എഴുതുന്ന സമയത്ത് മലയാളം വേർഡ്സ് ഓർമ്മ വരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് ഈ ഒരു 1 മന്ത് എന്ന് പറയുന്നത്. പഠിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെന്ന് അറിയാം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1 മന്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ നോക്കാം. സോ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ട ടിപ്സുകളാണ് മക്കളെ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള ടിപ്സ് എന്ന് നോക്കാം. പ്രത്യേകിച്ച് പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ ടിപ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ പരിശോധിക്കാം. സോ മക്കളെ, ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, സെറ്റ് എ ഗോൾ ഫസ്റ്റ്. അതായത് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, തിയേറ്ററിൽ മൂവി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറില്ല, ആ കാര്യങ്ങളൊന്നും തന്നെ മറക്കാറില്ല. അപ്പോൾ തിയേറ്ററിൽ മൂവി കണ്ടിട്ട് ആ മൂവിയിൽ ഏത് സീൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സുഖമായിട്ട് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റാറുണ്ട്. പക്ഷെ പഠിച്ച ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം കൊടുക്കുന്ന സമയത്ത് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എന്താണ്, ഇൻട്രസ്റ്റ് തന്നെയാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അത് മറന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാവരും പറയാറുണ്ടാവുമായിരിക്കും, ഇപ്പോൾ 10th കഴിയുന്ന സമയത്ത് 10th ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ട്. +1 കയറുന്ന സമയത്ത് +1 ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്, നിങ്ങളുടെ +1 +2 സ്കോർ തന്നെയാണ് നിങ്ങൾ +2 കഴിഞ്ഞ് ഏത് കോഴ്സ് ചൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കണം, അത് കഴിഞ്ഞ് ഏത് ജോലിക്ക് പോകണം തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഈ +1 +2 സ്കോർ തന്നെയാണ്. സോ നിങ്ങൾ ആ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സ്കോർ വേണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ സെറ്റ് ചെയ്യണം. സോ സെറ്റ് എ ഗോൾ ഫസ്റ്റ്. ഏത് കോഴ്സിന് ആവശ്യമാണോ മക്കൾക്ക് ഈ ഒരു സ്കോർ എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കോറിന് ആവശ്യമായിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഗോൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുക. സോ മക്കളെ, സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എല്ലാവരും ടോപ്പിക്ക് വായിക്കുന്ന സമയത്ത് അതിന് 2 or 3 ലൈൻസ് വായിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം എനിക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, അപ്പോൾ ഞാൻ പഠിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്യും വിചാരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ബുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ടോപ്പിക്ക് മനസ്സിലൊന്ന് റീകളക്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ ശരിക്കും അത് പഠിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാവുന്നത്. ഇപ്പോൾ 2-3 ലൈൻ മക്കൾ വായിച്ചിട്ട് ബുക്ക് ക്ലോസ് ചെയ്ത് മനസ്സിൽ കാണുവാണെങ്കിൽ ആ ടോപ്പിക്കിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണെങ്കിൽ മാത്രം ഉറപ്പിക്കുക നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തിട്ടില്ല, അത് പഠിച്ചിട്ടില്ല. നമ്മളതിനെ ഫ്ലുവൻസി ഇല്യൂഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കൺഫേം ആയിട്ട് മാത്രം എന്ത് ചെയ്യുക, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാൻ ശ്രമിക്കുക. സോ മക്കളെ, മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ചാപ്റ്ററിനെ ഏറ്റവും സിമ്പിളായിട്ട് വളരെ ഷോർട്ടായിട്ട് എന്ത് ചെയ്യാണ്, 1-2 പേജിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ ഒരു മാസം കൊണ്ടുപോയിട്ട് ഷോർട്ട് നോട്ട്സിനായിട്ട് എന്ത് ചെയ്യേണ്ട, പ്രിപ്പയർ ചെയ്യാൻ സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ സൈലത്തിൻ്റെ മക്കളാണെങ്കിൽ ഇൻസ്റ്റാളർ ഉണ്ടാവുമായിരിക്കുമല്ലോ, ആ ഇൻസ്റ്റാളർ മക്കൾ എന്ത് ചെയ്താൽ മതി, ഉപയോഗിച്ചാൽ മാത്രം മതി. അതായത് ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, റിക്കവർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പേജ് മാത്രം നോക്കിയാൽ മതി. 2 പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് നോട്ട്സ് കൊണ്ട് അത് വായിച്ചെടുക്കാൻ സാധിക്കും. ആ ചാപ്റ്ററിൽ എന്തൊക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും, ടീച്ച് അതേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന എന്ത് ടോപ്പിക് ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ പാരൻസിന് പറഞ്ഞു കൊടുക്കുക. ഇനി ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, മിററിൻ്റെ മുന്നിൽ പോയിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് പറഞ്ഞു നോക്കുക. അതായത് നമ്മൾ ടോപ്പിക് എന്ത് ചെയ്യാണ്, പഠിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ളത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും മറക്കാൻ പോകുന്നുമില്ല. സോ എന്ത് ചെയ്യുക, മാക്സിമം ഇങ്ങനെ ടോപ്പിക്സ് പരസ്പരം പറഞ്ഞു കൊടുത്ത് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. ആൻഡ് അതർ ടിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഹാവ് സം ഫുഡ് ആൻഡ് ക്വാളിറ്റി സ്ലീപ്പ്. അതായത് നല്ല രീതിയിൽ മക്കൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നല്ല ഉറക്കം എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടും പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം പോലും ഓർത്തെടുക്കാൻ സാധിക്കില്ല. സോ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഉറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക. ഈ സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക, എക്സസൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് കുറച്ച് ടിപ്സുകൾ മാത്രമാണ്. അപ്പോൾ ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നു, ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. ഇത് യൂട്ടിലൈസ് ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഈ ഒരു മാസം നിങ്ങളുടെ മുന്നിൽ കറക്റ്റായിട്ടുണ്ട്. ആ ഒരു മാസം മക്കൾ എന്ത് ചെയ്യുക, ഇതുപോലെ പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം പോലും പഠിച്ച കാര്യങ്ങൾ മറക്കാൻ സാധിക്കില്ല. സോ എല്ലാവർക്കും എന്താണ് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉടൻ തന്നെ വീണ്ടും കാണാം. സോ താങ്ക് യു ഓൾ, ബൈ.